മതം പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? ലോകാവസാനം. ലോകാവസാനത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വായിക്കപ്പെട്ട പുസ്തകം ദ ബ്രീഫ് ആൻസേഴ്സ് എന്ന ഈ പുസ്തകമാണ്. ആരുടെ? സ്റ്റീഫൻ ഹോക്കിംഗ്. ചില കൂട്ടങ്ങളിൽ അവരെല്ലാം വഴിതെറ്റിപ്പോകുമെങ്കിലും മതത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ നിഷേധിക്കാൻ അവർക്കൊന്നും കഴിയില്ല. അപ്പൊ ലോകം കണ്ട ഇന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ ദുസ്വാധീനമുള്ള ഈ കാലത്ത്, എത്തിസത്തിന്റെ ഇത്രയേറെ ദുസ്വാധീനമുള്ള ഒരു കാലത്ത് പോലും ചിന്തകന്മാരുടെ അടിത്തറയിലാണെങ്കിൽ സ്വാധീനം തീർച്ചയായുമുണ്ട്. എങ്ങനെയെല്ലാം മതവിശ്വാസികളെ നശിപ്പിക്കപ്പെടാം എന്ന കാര്യത്തിലാണ് ഇന്ന് അവരുടെ പഠനം. എങ്ങനെ മതവിശ്വാസികളെ നശിപ്പിക്കാം. 21-ാം നൂറ്റാണ്ടിൽ നിരീശ്വരവാദം പുറത്തിറക്കിയ ഏറ്റവും വലിയ പുസ്തകം സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകമാണ്. മനുഷ്യൻ ദുഷിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന ദോഷം എന്ന് പറഞ്ഞാൽ നന്ദികേടാണ്. നന്ദികേടിനേക്കാൾ വലിയ ഒരു ദോഷമില്ല. മനുഷ്യൻ നന്നാവുക എന്നാൽ അതിന്റെ ഏറ്റവും വലിയ നന്നാവൽ നന്ദിയാണ്. മനുഷ്യൻ നശിക്കുമ്പോൾ അവൻ നന്ദികേടിൽ നിന്ന് തുടങ്ങും. മനുഷ്യൻ നന്നാകുമ്പോൾ അവൻ നന്ദിയിൽ നിന്നും തുടങ്ങും. നന്ദികേട് എന്ന ഈ രണ്ട് കാര്യമാണ് അടിസ്ഥാനം. ശ്രദ്ധിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. മനുഷ്യന്റെ നന്മയുടെ ആധാരം എന്ന് പറഞ്ഞാൽ നന്ദിയാണ്. മനുഷ്യന്റെ എല്ലാവിധ ദോഷത്തിന്റെയും അടിസ്ഥാനം നന്ദികേടുമാണ്. ഏത് ജീവിയും അതിനെ ഒരു നന്ദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനുണ്ട് ഒരു നന്ദി? ബാഹ്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നായക്ക് നമ്മൾ മുഗല്ലദായ നജസാണ് നായ. പക്ഷെ അതിനൊരു നേരത്തെ വെള്ളമോ ഒരു ഭക്ഷണമോ നമ്മൾ കൊടുത്താൽ അത് ജീവിതം മുഴുവനും നമ്മളോട് വാലാട്ടി നന്ദിയാണ്. ഒരു മുഗല്ലദായ നജസായ ഒരു വസ്തുവിൽ പോലും സംവിധാനിച്ചിട്ടുള്ള നന്ദിയുടെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞത്. ഒരു വളർത്തുമൃഗം അതിന്റെ വീട്ടിലേക്ക് അതിന്റെ യജമാനൻ കയറി വന്നത് കണ്ടാൽ അത് കെട്ടിയിട്ട മരത്തിലാണെങ്കിലും തൊഴുത്തിലാണെങ്കിലും അത് കഴുത്തും കൊമ്പും ഇട്ട് അടിച്ച് സന്തോഷം പ്രകടിപ്പിക്കും. അതൊരു നന്ദിയാണ്. നമുക്ക് പ്രത്യക്ഷമായി പ്രകടമാകുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നിങ്ങളൊരു കുളത്തിൽ കുറച്ച് മീൻ വളർത്തുന്നു എന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ രൂപത്തിന്റെ നിഴൽ ജലമുഖത്ത് തെളിയുമ്പോഴത്തിന് അവ വന്നിട്ട് അങ്ങോട്ട് പൊളയാൻ തുടങ്ങും ഈ മത്സ്യങ്ങൾ. അതെന്താണ്? അതൊരു സന്തോഷ പ്രകടനമാണ്, അതൊരു നന്ദിയാണ്. അതിന് ഒരു കയറ്റിലുള്ള മത്സ്യമായാലും വേണ്ടില്ല, കുളം മാത്രമല്ല. സ്ഥിരമായി നിങ്ങളൊരു മത്സ്യത്തിന് മറ്റൊരു ജീവിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ മുഖം ജലമുഖത്ത് തെളിയുമ്പോഴത്തിന്, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ പ്രതിഫലനം ജലമുഖത്ത് വരുമ്പോഴത്തിന് അത് നന്ദി പ്രദർശിപ്പിക്കും. അത് ഈ ലോകത്തെ സകല വസ്തുക്കളിലും അന്തർലീനമായ ഒരു വല്ലാത്തൊരു കാര്യമാണ് നന്ദി. കേവലം നന്ദി പറയുക എന്നല്ല, അവ അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കും. ഇല്ലാത്തൊരു ജീവിയും ഇല്ല, ഒരു വസ്തുവില്ല, ഒന്നുമില്ല. ബാഹ്യമായി നമുക്ക് തെളിയുന്ന ശൈലികളാണ് ഈ പറഞ്ഞത്. ഇനി മരങ്ങൾക്കത് ഉണ്ടായേക്കാം. മരങ്ങൾ, ചെടികൾ, അവയ്ക്കെല്ലാം തന്നെ ഒരു നന്ദിയുടെ ഒരു പാർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്തിലും നന്ദി അന്തർലീനമാണ്. മനുഷ്യനിൽ വരുമ്പോൾ മനുഷ്യന് രണ്ട് തരം രീതികളുണ്ട്. മനുഷ്യന് അടിസ്ഥാനമായി നൽകിയതാണല്ലോ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യന് രണ്ട് പൊസിഷനിൽ വരാനുള്ള സാധ്യത, അതാണ് സ്വാതന്ത്ര്യം. അതെന്താ? അതൊന്ന് നന്ദിയും ഒന്ന് നന്ദികേടുമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. അതാണ് അടിസ്ഥാനം. നന്ദി മനുഷ്യൻ നിർബന്ധമാണ്. അവനെ പടച്ചിട്ടില്ല, അവനെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ വേറെ ആൾക്ക് അവൻ വിധേയനാണ്. പിന്നെ എങ്ങനെ നന്ദി ഇല്ലാതിരിക്കുക? മനുഷ്യനാണ് മനുഷ്യനെ പടച്ചതെങ്കിൽ ഇവിടെ മരണം ഉണ്ടാവില്ല. അപൂർവമായിട്ടല്ലാതെ, അപൂർവത്തിൽ അപൂർവം. ഇനി മരണം ഉണ്ടായാൽ തന്നെ ജനനമുണ്ടോ? എന്തുകൊണ്ട്? ജനിക്കുക മരിക്കുക എന്ന കാര്യത്തിൽ അവൻ സ്വതന്ത്രനാണെങ്കിൽ മരണം ആരും ഇഷ്ടപ്പെടില്ല.
മരണം സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മനുഷ്യൻ മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ മറ്റാരുടേതോ ആണ്. ഇവിടെ മരണം സംഭവിക്കുന്നുണ്ട്. മരണം ഒരാൾക്ക് ഇഷ്ടമില്ല. ഇനി ഒരു സെക്കൻഡിൽ ഒരു പ്രത്യേകമായ പ്രതിസന്ധിയുടെ സമയത്ത് മനുഷ്യൻ മരിക്കാൻ കൊതിച്ചാൽ പോലും ഉടനെ ജനിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? അവൻ മറ്റൊരു ലോകത്തെത്തുന്നതോടുകൂടെ അവന് തിരിച്ചു വരാൻ കൊതിയാവും. അവനെ പിടിച്ച് മണ്ണിലിട്ട് അടക്കം ചെയ്താൽ അതിന്റെ ആ പാരതന്ത്ര്യം ഒരിക്കലും അവന് ഇഷ്ടപ്പെടില്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നാണ് പാട്ടുകാരൻ പാടിയത്. 19 കൊല്ലം മുമ്പുള്ള പാട്ടാണ്. അപ്പൊ മനുഷ്യനെ ഇവിടുന്ന് പോകാൻ കൊതിയില്ല എന്നർത്ഥം. അപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ വേറെ ആരുടേതോ ആണ്. അങ്ങനെ മനുഷ്യനെ സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യാവുന്ന ഒന്നിനെ നാം ഇവിടെ കാണുന്നില്ല. മനുഷ്യനെ പടച്ചു കൊടുക്കുന്ന ഒരു ഫാക്ടറി നമ്മൾ കാണുന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കാവുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. ഇനി ടെക്സ്റ്റ് ട്യൂബിലെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് അതിൻ്റെതല്ല. അതിനാവശ്യമായ ശുക്ലബിന്ദുക്കൾ അതിലേക്ക് കൊടുക്കണം. അതൊരിക്കലും ടെക്സ്റ്റ് ട്യൂബിന് സംവിധാനിക്കാനോട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഒക്കെ ഉത്തരം എന്താ? നമ്മൾ നമ്മുടേതല്ലേ അല്ല, ഒരിക്കലും നമ്മുടേതല്ല. നമ്മുടെ തീരുമാനം അല്ല നമ്മുടെ മേൽ വിജയമാകുന്നത്. നമ്മൾ മറ്റൊരാളുടെ സൃഷ്ടിയാണ്. ആ മറ്റൊരാൾ സമ്പൂർണ്ണ യോഗ്യനായിരിക്കണം. സമ്പൂർണ്ണ യോഗ്യനല്ലാത്ത ഒരാൾക്ക് സമ്പൂർണ്ണ യോഗ്യനായ ഒരാളെ സംവിധാനിക്കാൻ കഴിയില്ല. നമ്മുടെ കാഴ്ചയിൽ നമ്മൾ സമ്പൂർണ്ണ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യനാണ്. സമ്പൂർണ്ണം എന്ന വാക്ക് എന്തുപയോഗിച്ചാലും യോഗ്യൻ, നമ്മൾ യോഗ്യന്മാരാണ്. പിന്നെ ഏതൊരു വസ്തുവും അതിന്റെ തലത്തിൽ അത് യോഗ്യം. എന്തും മൃഗത്തിന്റെ തലത്തിൽ യോഗ്യമാണ്, മത്സ്യത്തിന്റെ തലത്തിൽ യോഗ്യമാണ്, വൃക്ഷത്തിന്റെ തലത്തിൽ യോഗ്യമാണ്. എല്ലാം അതിന്റെ തലത്തിൽ അത് യോഗ്യമാണ്. ഇതൊരു പരമയോഗ്യനായ ഒരാൾക്കല്ലാതെ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ആരാണ് ഈ അല്ലാഹ്? അൽ ഇലാഹുൽ ലദി ഇസ്തജ്മഅ സിഫാത്തുൽ കമാൽ. സമ്പൂർണതയുടെ പാരമ്യതയിലെത്തുകയും സമ്പൂർണതയുടെ സമ്പൂർത്തീകരണത്തെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത ആൾക്കാണ് അല്ലാഹ് എന്ന് പറയുക. അവനാണ് അല്ലാഹ് അൽ ഇലാഹ് അല്ലദി ഇസ്തജ്മഅ സിഫാത്തുൽ കമാൽ, ജമീഅ സിഫാത്തുൽ കമാൽ എന്ന് പറയും. ആരാണ് അല്ലാഹ്? സമ്പൂർണതയുടെ എല്ലാ മാനദണ്ഡങ്ങളെയും പൂർണ്ണമായി ഒരുമിച്ച് കൂട്ടിയവൻ. അതാണ് അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹ് അവൻ സമ്പൂർണനാണ്. സമ്പൂർണൻ എന്ന് തന്നെയാണ് അവനെ എല്ലാ അടിസ്ഥാനങ്ങളും അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സമ്പൂർണൻ. അല്ലാഹു സമ്പൂർണനാണ്. ഒരു അയോഗ്യതയും ഇല്ലാത്തവനാണ് സമ്പൂർണനാണ്. അപ്പോൾ അവന്റെ സൃഷ്ടികളാണ് എല്ലാവരും അവന്റെ സൃഷ്ടികളാണ്. ഇതൊരു വേദഗ്രന്ഥം മാത്രമല്ല, സർവ്വവേദഗ്രന്ഥവും അങ്ങനെയാ പറഞ്ഞത്. എന്നാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, എന്നാണ് ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, എന്നാണ് ജൂത വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, എന്നാണ് ഇസ്ലാം വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. ചിന്തിക്കുക. നിരീശ്വരവാദം സമൂഹത്തിൽ അങ്കുരിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി മനുഷ്യനെ നിയന്ത്രിച്ച് ആയിരക്കണക്കായി 10,000-കണക്കായ കൊല്ലമായി മനുഷ്യനെ നേരിൽ നടത്തുന്ന ഒന്നാണ് മതം. എന്താണ് മതം? മതം സ്വാധീനിക്കാത്ത ഒരു നിരീശ്വരവാദി പോലും ഇല്ല. ഒന്നുമില്ല. മതം സ്വാധീനിക്കാത്ത ഒന്നുമില്ല. എല്ലാത്തിനെയും മതം സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും മതം സ്വാധീനിച്ചിട്ടുണ്ട്. അവൻ നിരീശ്വരവാദിയാണെങ്കിലും മതം അവനെ സ്വാധീനിച്ചിട്ടുണ്ട്. 10,000-കണക്കായ കൊല്ലങ്ങളായി മനുഷ്യനെ നേർവഴി നടത്തുന്നത് മതമാണ്. അതിനടിസ്ഥാനമാണ് വേദഗ്രന്ഥങ്ങൾ. ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഒരു ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഏതോ ഒരു വേദഗ്രന്ഥം മേക്കെട്ട് കയറി പറഞ്ഞതല്ല. ഒരു വേദഗ്രന്ഥത്തിന് സംഭവിച്ച അബദ്ധവും അപരാധവുമല്ല. പിന്നെ വേദങ്ങൾ പിൽക്കാലഘട്ടത്തിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ വിധേയമായപ്പോൾ തന്നെയും ഇന്നും ആ വേദത്തിന്റെ വേദാന്തികൾ പറയുന്നത് എന്താ? ഞങ്ങളുടെ വേദവും ഏക മതത്തിൽ
ഏക ദൈവത്തിൽ അധിഷ്ഠിതം. അപ്പോൾ ഒരു സത്യം മനസ്സിലായി. എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഹൈന്ദവ മതം ഒരു കാലം അറിയാം. അനവധി പ്രത്യക്ഷ ദൈവങ്ങളെ കാണിക്കുന്ന ഒരു മതമാണ് ഹൈന്ദവ മതം. പക്ഷേ ഈ ഹൈന്ദവ മതത്തിന്റെ ഒരു വേദാന്തികമായ ഒരു മിനിറ്റ് നിങ്ങൾ ഇരിക്കും, ഒരു മിനിറ്റ്. അവർ പറയും ഞങ്ങളുടെ മതവും അടിസ്ഥാനപരമായി ഏക മതവിശ്വാസമാണ്, ഏക ദൈവ വിശ്വാസമാണ്. എല്ലാ വേദാന്തികളും ആ വിഷയത്തിൽ അവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുകയില്ല. ഹിന്ദു മതം അടിസ്ഥാനപരമായി ഏകദൈവ മതമാണ്, ക്രൈസ്തവ മതം ഏകദൈവ മതമാണ്, ജൂതമതം ഏകദൈവ മതമാണ്. ഇസ്ലാം മതത്തിനെ പറ്റി പറയും വേണ്ട. ഇസ്ലാം മതത്തിന്റെ മുഴുവനും അടിത്തറയും അതിന്റെ തുടക്കവും ഒടുക്കവും ഏകദൈവ വിശ്വാസം. 10,000 കൊല്ലങ്ങളായി മനുഷ്യനെ വഴി നടത്തുന്നതാണ് മതം. അത് ഇന്ന് രാവിലെ പൊട്ടിമുളച്ചല്ല. അതിൽ കോടി ചിന്തകന്മാർ വന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ മാറ്റി നിർത്തി ചിന്തകന്മാർ എത്രയും ലോകം കണ്ട ബുദ്ധിരാക്ഷസന്മാർ മതത്തിൽ വന്നിട്ടുണ്ട്. മതത്തിലേ വന്നിട്ടുള്ളൂ. ഏത് കാലഘട്ടത്തിലും മതത്തിൽ വന്നിട്ടുണ്ട് എന്നും. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാ? സർ ഐസക് ന്യൂട്ടൻ. അദ്ദേഹത്തിന് സർ എന്ന പദവി നൽകിയത് ചർച്ച. സർ ഐസക് ന്യൂട്ടൻ ആരാ? തികഞ്ഞ മതവിശ്വാസം. ന്യൂട്ടനെ മറികടക്കുന്ന ഒരാൾ പിന്നെ ചരിത്രത്തിലില്ല. ന്യൂട്ടോണിയൻ യുഗമാണ് ന്യൂട്ടനോടുകൂടി ആരംഭിച്ചു. അന്ത്യനാൾ വരെ ന്യൂട്ടോണിയൻ യുഗമായിരിക്കും എന്നാണ് ശാസ്ത്രകാരന്മാരുടെ വിശ്വാസം. അതിൽ പെട്ടതാണ് ഐൻസ്റ്റീനിയൻ യുഗം. ന്യൂട്ടനെ കവച്ചു വെക്കുന്ന ഒരു ശാസ്ത്രകാരൻ ന്യൂട്ടന് ശേഷം വന്നിട്ടില്ല. ന്യൂട്ടൻ ആരാ? തികഞ്ഞ മതവിശ്വാസിയാണ്. തന്റെ പഠനങ്ങളിൽ ഏറിയ കൂറും ഉപയോഗിച്ചത് ബൈബിളാണ്. തന്റെ പഠനങ്ങളിൽ ന്യൂട്ടൻ ഏറ്റവും ഉപയോഗിച്ചത് ബൈബിളാണ്. ബൈബിളിൽ അദ്ദേഹം മാത്സ് കടത്തിക്കൂട്ടിയതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ മുഴുവൻ ആധാരം. അദ്ദേഹത്തിന്റെ ബൈബിളിന്റെ മുഴുവനും പുറത്തും അകത്തും അദ്ദേഹം ഈ മാത്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ചില കോപ്പികൾ ഇപ്പോൾ കിട്ടാനുണ്ട്. ഞാൻ വെറുതെ പറയില്ല. ഇന്ന് ശാസ്ത്രത്തെ വെച്ചിട്ട് ദൈവത്തെ നിഷേധിക്കുന്നവൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ ആരാ? തികഞ്ഞ ദൈവവിശ്വാസി. പിന്നീട് വന്നത് 950-കളിൽ പിന്നീട് വരുന്നത് ആരാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ദൈവവിരുദ്ധനല്ല. പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ചില ദുസ്വാധീനങ്ങളൊക്കെ ഐൻസ്റ്റീനെ സംബന്ധിച്ച് എത്ര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരിക്കലും ഐൻസ്റ്റീൻ ദൈവനിഷേധിയല്ല. 1948 മെയ് 14 ജൂതന്മാർ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകാൻ ക്ഷണിക്കപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. അദ്ദേഹം അത് നിരാകരിച്ചു. അതുകൊണ്ടാണ് ബെൻഗൂരിയാൻ ആദ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയാകുന്നത്. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. 1952-ലോ 1953-ലോ ആണ് ഐൻസ്റ്റീൻ മരിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ഐൻസ്റ്റീൻ ഒരിക്കലും ദൈവനിഷേധിയല്ല, മതനിഷേധിയുമല്ല. മതത്തിൽ അധിഷ്ഠിതമായ ഒരു സർക്കാരാണല്ലോ നിലവിൽ വന്നത്. ജൂതമതം അവർക്ക് അവരുടേതായ വേദഗ്രന്ഥമുണ്ട്, അവരുടേതായ ഫിലോസഫി ഉണ്ട്. 1948 മെയ് 14-ാം തീയതി ജൂതരാഷ്ട്രം നിലവിൽ വരുമ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കപ്പെട്ടത് ഈ പറയപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻ ഒരു വ്യത്യസ്തമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരു മതാധിഷ്ഠിത രാജ്യമാണ് ഇസ്രായേൽ. ഒരു മതാധിഷ്ഠിത രാജ്യമാണ്. ചരിത്രം കണ്ടിട്ടുള്ള വലിയ ആളും 20-ാം നൂറ്റാണ്ടിന്റെ ദുസ്വാധീനം അവരെ സ്വാധീനിക്കുന്നത് വരെയും പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾ 20-ാം നൂറ്റാണ്ടിന്റെ ദുസ്വാധീനത്തിൽ പെട്ടുപോയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ദുസ്വാധീനം എന്താ? 20-ാം നൂറ്റാണ്ടിന്റെ ദുസ്വാധീനം ഏത്യസമാണ്, നിരീശ്വരമാണ്. അതുകൊണ്ട് അവർക്ക് തീർത്ത് പറഞ്ഞു കഴിഞ്ഞില്ല. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ചിന്തകനാണ് ആര്? കാൾസൺ. അയാൾ അഗ്നോസിസ്റ്റ്. ഒരു നിലക്ക് അയാൾ ഈശ്വരവിശ്വാസിയാണ്. പിന്നെ ഒരു പ്രത്യേകമായ ഒരു ബെൽറ്റിൽ പെട്ടുപോയാൽ അതിനപ്പുറം അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഈ പ്രകൃതിയിൽ അടുക്കി വെച്ചിട്ടുള്ള സൗന്ദര്യാത്മകത ദൈവത്തിന്റെ തീർച്ചയായുമുള്ള അടയാളമാണെന്നാണ് കാൾസാഗന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്. അടുക്കിയിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് ഈ ലോകത്തിന്. അതത്രയും വലിയ ഒരു കലാകാരനല്ലാതെ അങ്ങനെ സംവിധാനിക്കാൻ
കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തെ തള്ളി പറയില്ല എന്ന വീക്ഷണക്കാരനാണ് കാൾ സാഗൻ. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ അവസാനത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ മകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ പുസ്തകം ദി ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. വലിയ ചോദ്യങ്ങളുടെ ചെറിയ മറുപടി. ഈ പുസ്തകം 2014 സ്റ്റീഫൻ ഹോക്കിങ്ങിന് മരണം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മകളാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ബ്രീഫ് ആൻസേഴ്സ് ടു ദി ബിഗ് ക്വസ്റ്റ്യൻസ്, വലിയ ചോദ്യങ്ങളുടെ ലളിതമായ ഉത്തരം, അല്ലെങ്കിൽ ചെറുതായ ഉത്തരം, അല്ലെങ്കിൽ വലിപ്പം കുറച്ച ഉത്തരം, ബ്രീഫായ ഉത്തരം എന്നൊക്കെ പറയാം. ഈ പുസ്തകം എന്താണോ മതം പറയുന്നത് അത് തന്നെയാണ് അതിൽ പറയുന്നത്. എക്സാമ്പിൾ, ലോകാവസാനത്തെ കുറിച്ച് എന്താണോ മതധാരണ അതിനേക്കാൾ ഒരല്പം മുന്നിലാണ് തീർച്ചയായും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ധാരണ. തികച്ചും ഒരല്പം മുന്നിലാണ്. മതം ഒരിക്കലും അതിനെ ഡേറ്റ് ചെയ്തിട്ടില്ല. അതേസമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ദി ബ്രീഫ് ആൻസേഴ്സ് എന്ന പുസ്തകത്തിൽ ലോകാവസാനത്തിന് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലേ മതം പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? ലോകാവസാനം. നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെ ചിന്തശാസ്ത്രത്തിനില്ല. ലോകാവസാനം എന്ന് പറഞ്ഞാൽ സയൻസ് ക്ലാസ്സിൽ മാഷന്മാർ കളിയാക്കും. അതേ സമയത്ത് ചരിത്രം കണ്ട ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് പറയപ്പെടാൻ മാത്രം വലിയ ആൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് പറയപ്പെടാൻ മാത്രം യോഗ്യനായ ആളാണ് ഒരായുസ് മുഴുവൻ ചലനമറ്റ് കിടന്ന അദ്ദേഹം കേംബ്രിഡ്ജിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം രോഗി. ഈ മനുഷ്യന് അവസാന കാലം എന്താണ്? ചില ദുസ്വാധീനങ്ങൾ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം. പക്ഷേ മതം പറയുന്ന ഏറ്റവും വലിയ സത്യത്തെ കാണാതെ പോകാൻ കഴിഞ്ഞില്ല. മതം പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? ലോകാവസാനം. ലോകാവസാനത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വായിക്കപ്പെട്ട പുസ്തകം ദി ബ്രീഫ് ആൻസേഴ്സ് എന്ന ഈ പുസ്തകമാണ്. ആരുടെ? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ. ചില കൂട്ടങ്ങളിൽ അവരെല്ലാം വഴിതെറ്റിപ്പോകുമെങ്കിലും മതത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ നിഷേധിക്കാൻ അവർക്കൊന്നും കഴിയില്ല. അപ്പൊ ലോകം കണ്ട ഇന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ ദുസ്വാധീനമുള്ള ഈ കാലത്ത്, എത്തിസത്തിന്റെ ഇത്രയേറെ ദുസ്വാധീനമുള്ള ഒരു കാലത്ത് പോലും ചിന്തകന്മാരുടെ അടിത്തറയിലാണെങ്കിൽ സ്വാധീനം തീർച്ചയായുമുണ്ട്. എങ്ങനെയെല്ലാം മതവിശ്വാസികളെ നശിപ്പിക്കപ്പെടാം എന്ന കാര്യത്തിലാണ് ഇന്ന് അവരുടെ പഠനം. എങ്ങനെ മതവിശ്വാസികളെ നശിപ്പിക്കാം. 21-ാം നൂറ്റാണ്ടിൽ നിരീശ്വരവാദം പുറത്തിറക്കിയ ഏറ്റവും വലിയ പുസ്തകം സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ 38 ലക്ഷം കോപ്പികളാണ് സൗദി അറേബ്യയിൽ മാത്രം വിതരണം ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഏത്തിസത്തിന്റെ പുസ്തകം സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം സൗദി അറേബ്യയിൽ മാത്രം കഴിഞ്ഞ പതിറ്റാണ്ടിന്റെ ഉള്ളിൽ 38 ലക്ഷം കോപ്പികൾ വിതരണം ചെയ്തു. 38 ലക്ഷം കോപ്പികൾ. ഇതിനൊരു ബാക്കി പറയാനുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയില്ല. ഒരു ജനതയിൽ 38 ലക്ഷം കോപ്പി നിരീശ്വരവാദം പുസ്തകം വിതരണം ചെയ്യുന്ന വെറുതെ വിതരണം ചെയ്യില്ല. സമൂഹം രോഗഗ്രസ്തമാണ് എന്ന ഏറ്റവും വലിയ തെളിവാണ് പേർ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നിരീശ്വരത്തിനാണ്. ഇന്ന് 2060 ലോകത്തെ ഏറ്റവും വലിയ വിഭാഗം നിരീശ്വരവാദികളാകുമെന്നാണ് സോഷ്യോളജിസ്റ്റുകളുടെ കണ്ടെത്തൽ. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നും അങ്ങനെയാണ്. എന്തുകൊണ്ട്? പരോക്ഷമായി ഉദാഹരണം പറയാം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ നോർവേ, സ്വീഡൻ, ഇതൊക്കെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ 90% ഏറെയും നിരീശ്വരവാദികളാണ്. എന്നാൽ മൊത്തം കണക്കാക്കപ്പെടുക ഈശ്വരവിശ്വാസികളാണ്. ചില ചടങ്ങുകൾക്ക് ഒരു മതം ഉപയോഗപ്പെടുത്തും, മതം ഉള്ളിലില്ല. ഇന്നും ലോകത്ത് ചില കാരണങ്ങളുണ്ട്. എന്താ അടിസ്ഥാന കാരണം? ശാസ്ത്രം, പിന്നെ മനുഷ്യന്റെ സൗകര്യങ്ങൾ. ഞാൻ പറയാനുള്ള കാരണം എന്തെന്നാൽ മതത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നതിലാണ് അവരുടെ പരീക്ഷണം. സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകം
കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ 38 ലക്ഷം കോപ്പികൾ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൽ വിതരണം ചെയ്യണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരാൾക്ക്, ഒരു ശാസ്ത്രകാരന് പോലും ഏത്യസത്തിൽ നിന്ന് തല ഊരിപ്പോരാൻ കഴിയില്ല. അവർ പ്രത്യക്ഷമായും പരോക്ഷമായും മതനിഷേധത്തിന് അടിമകളായിരിക്കും. ആ ദോഷമൊക്കെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാൾ സാഗൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെയും ഉള്ള ലോകം ജനതകൾ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്റെ മതത്തിലാണ്. മതത്തിന്റെ അടിസ്ഥാനം എന്താ? ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസത്തിന്റെ സമ്പൂർത്തീകരണമാണ് സമ്പൂർണ്ണ ദൈവവിശ്വാസം. സമ്പൂർണ്ണ ദൈവം എന്ന ഒരേ ഒരു ദൈവം. അതാണ് ഞാൻ പറയുന്നത്, അനവധി ദൈവങ്ങളെ പ്രത്യക്ഷീകരിക്കുന്ന മതമായ ഹിന്ദു മതം പോലും, അതിന്റെ വേദാന്തികൾ പോലും പറയുന്നത് ഞങ്ങളുടെ മതവും ഏകദൈവ വിശ്വാസത്തിൽ ദൃഷ്ടിലാണ്. എന്താണ് ഏകദൈവം? അതാണ് ഏകദൈവം. എന്താണ് ഈ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ആരാ? പൂർണ്ണൻ. പൂർണ്ണൻ. സൃഷ്ടി ആരാ? അപൂർണൻ. സൃഷ്ടാവാരാ? പൂർണ്ണൻ. എന്തിനും പൂർണ്ണൻ. എന്തിനും പൂർണ്ണനാണ്. അവനിലോ അവന്റെ ഗ്രന്ഥത്തിലോ ഒന്നും ഒരബദ്ധം വരില്ല, ഒരിക്കലും വരില്ല. ഒരബദ്ധവും അവനിലോ അവന്റെ ഗ്രന്ഥത്തിലും വരില്ല. പിന്നെ ഗ്രന്ഥത്തിൽ വരുമെന്ന് ആരെങ്കിലും കണ്ടെത്തിയെങ്കിൽ അതെന്താ? അതയാൾ അബദ്ധാണ്. ഇപ്പൊ ഏതോ നാട്ടിലുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ വന്നു, ഇഷ്ടം പോലെ ഏത്തക്കായ്, ഇഷ്ടം പോലെ മൈസൂർ പഴം, ഇഷ്ടം പോലെ ചക്ക, ഇതൊക്കെ ഉള്ള നല്ല പഴമുള്ള നാടാ. അപ്പൊ ഇയാൾ വന്ന ഉടനെ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു. എന്ത്? ഏത്തപ്പായുടെ ആ ഒരു സ്വർണ്ണ കളറുള്ള അതിന്റെ, അത് അയാൾ ആകർഷിച്ചു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു? അയാൾ അത് കഴിച്ചു. അതങ്ങനെ കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്തുണ്ടാവും? ഒരു മൈസൂർ പഴം അങ്ങനെ തന്നെ കഴിച്ചു. എന്തുണ്ടാവും? ഒരു തരം ഉണ്ടാവുമല്ലേ? അപ്പൊ അയാൾ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. എന്ത്? കാണാൻ ഭംഗിയുണ്ടെങ്കിലും തിന്നാൻ പോലെ എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുമല്ലോ. ഇതാരാണ്? ഇയാൾ ചിലപ്പോൾ ശാസ്ത്രകാരനോ ചിന്തകളോ ഒക്കെ ആയിരിക്കാം. നരങ്ങനെ തന്നെയാണല്ലോ. ഇതെന്താണ്? അത് ഉപയോഗിക്കുന്നതിലുള്ള അയാളുടെ വിവരമില്ലായ്മയാണ്. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ അതിനെ അറിഞ്ഞില്ല. അതിൽ തോട് വേറെയും കാമ്പ് വേറെയും ആക്കി കഴിക്കണം എന്ന് പക്വത അയാൾക്ക് ഉണ്ടായില്ല. മതം എന്ന് പറഞ്ഞാൽ, ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വരികൾ, 6000 ചില്ലാനം വരി, 6666 എന്ന് ആയത്ത് പറയുന്നത് 6666 എന്ന ആയത്ത് ഖുർആനിൽ ഇല്ല. അതൊരു യൂറോപ്യൻ ചതിയാണ്. യൂറോപ്യർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അക്കമാണ് എന്ത്? 6. 6200 സിസ്റ്റം ആയത്താണ് ഖുർആനിലുള്ളത്. യൂറോപ്യൻ ചതിയാണ്, പിന്നീട് പറയാം. അതിന് വേറിട്ട് പറയണം. അത്രയും ചതി എന്നാണ്, ലോക ചതിയാണത്. 6666 ആയത്ത് ഇല്ല. പക്ഷെ നമുക്കൊരവസ്ഥ ഉണ്ട്, നമ്മൾ എന്താണ് ഉള്ളത് അങ്ങനെ പാടും. ആഭിചാരത്തിന്റെ അക്കം 666 ബ്ലാക്ക് മാജിക്കിന്റെ അക്കാണ് 666. ഈ വിഷയത്തിൽ ആഭിചാര പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 666 യൂറോപ്പിലുണ്ട്, ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ കാട്ടിക്കൂട്ടിയ ഒരു ചതിയാണ് എന്ത്? 6666 ആയത്ത് ഖുർആനിൽ ഇല്ല, ഒരിക്കലും. അത് യൂറോപ്യൻ ചതിയാണ്. ഖുർആൻ ആദ്യം പ്രിന്റ് ചെയ്തതും യൂറോപ്പിലാണ്, ഇറ്റലിയിലാണ്. ലോകത്താദ്യമായി ഖുർആൻ ഒരിക്കലും മുസ്ലിങ്ങൾ പ്രിന്റ് ചെയ്യുമായിരുന്നില്ല. ഏകദേശം 500 കൊല്ലങ്ങൾക്ക് മുമ്പ് വ്യാപകമായ പ്രിന്റിങ്ങിന്റെ ചരിത്രമുണ്ട് ലോകത്തിന്. എന്നാൽ ഏകദേശം 19ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നിട്ട് ഖുർആൻ പ്രിന്റ് ചെയ്യില്ല. എന്തുകൊണ്ട്? പ്രിന്റ് ചെയ്യുന്നത് ഒരു നിസാരവൽക്കരിക്കലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ ഖുർആനാണ്. അത് 200 ആയാലും മടിയില്ല, 300 ആയാലും മടിയില്ല. എന്താണ് കണക്ക്? ആയത്ത് കണക്കാക്കുന്നതിൽ വ്യത്യാസങ്ങൾ വരും. ഓരോ സൂറത്തിലെയും ബിസ്മിയെ ആ സൂറത്തിലേക്ക് ചേർക്കണമെന്നുണ്ട്, ചേർക്കാത്തവരുമുണ്ട്. ഏതായാലും 6666 ആയത്ത് ഖുർആനിലില്ല. ഉറപ്പ് സംശയിക്കണ്ട. അത് യൂറോപ്പ് ചതിച്ചതാണ്, യൂറോപ്പിന്റെ ചതിയാണ്. 6666 ആയത്ത് ഖുർആനിൽ ഇല്ല, ഒരിക്കലും ഇല്ല. അത് യൂറോപ്പിന്റെ ചതിയാണ്. ഖുർആൻ ആദ്യമായി പ്രിന്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളല്ല. ഖുർആൻ പഴയ കാലത്ത് ഖുർആൻ രീതി എന്താ? ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആരുണ്ടാവും? ഖത്താത്തുകൾ ഉണ്ടാവും, എഴുത്തുകാര്.
ഈ ഖത്താത്തുകൾ എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. ഇഷ്ടം പോലെ ഉണ്ടാവും, ഓരോ ഗ്രാമങ്ങളിലുണ്ടാവും. അതൊരു തൊഴിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അക്കാലത്തെ പ്രധാനപ്പെട്ട ആണുങ്ങളുടെ ഒരു തൊഴിലാണ് എന്ത്? ഖുർആൻ എഴുതി കൊടുക്കാൻ. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവും, നഗരങ്ങളിൽ നൂറുകണക്കിനുണ്ടാവും, ഗ്രാമങ്ങളിലും ഉണ്ടാവും 1 ഡസൻ ആളുകളെങ്കിലും. അപ്പോൾ അവർ ഖുർആനക്കാർ, അവരെ തൊഴിലെന്താ? നേരെ കൊടുത്ത് സുബഹി നിസ്കരിച്ചാൽ രാത്രി ഉറങ്ങുന്നവരെ എന്ത്? വീട്ടിൽ തന്നെ അവർക്ക് തൊഴില്, ഒരു കുടിൽ വ്യവസായം. എന്താണ് ഒരു തൊഴില്? ഖുർആൻ വളരെ കൃത്യമായി വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് എഴുതി തുടങ്ങും. അതും ആ ഖുർആൻ ഒരാൾ വാങ്ങണമെങ്കിൽ അയാൾ ഏറ്റവും നന്മ കൊണ്ട് അറിയപ്പെടണം, അത്രയും സ്വാലിയാകണം. അല്ലെങ്കിൽ അവന്റെ ഖുർആൻ വാങ്ങൂല. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ ചതി കടത്തിക്കൂട്ടോന്ന് പേടില്ലേ? അപ്പോൾ ഒരു അറപ്പോ അതിന്റെ പുള്ളിയോ വഖഫോ ലാസിമോ പോലെയുള്ള ഒരു കാര്യത്തെ വിട്ടുകളയാതെ, വഖഫോ മറ്റോ ശബ്ദോ വിട്ടുകളയാതെ ഭംഗിയായി എഴുതി കൊടുക്കുന്ന ഖത്താത്തുകൾ ഗ്രാമങ്ങളിൽ പഴയ കാലത്തുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? ഒരു ഖുർആൻ എഴുതും. രാജാക്കന്മാർ വരെ എഴുതും. ചില കുടുംബങ്ങളിലെ ആണുങ്ങളെ പോലെ ഖുർആൻ എഴുതാൻ നിപുണകളായിരിക്കും ആര്? സ്ത്രീകൾ. ഒരു വ്യവസായം പോലെയാണത്. വലിയൊരു പൈസ കൊടുത്ത് വാങ്ങും. അപ്പൊ അത് തൊഴിലാണ്, വലിയ തൊഴിലാണ്. അത് ഇതിന് വേറെ ഉണ്ടാകണം, അത്രയും നന്മ കൊണ്ട് അറിയപ്പെടണം. ഒരു പെണ്ണ് പേച്ചു പോയ ഒരു കുടുംബത്തിൽ ഒരാൾ ഖുർആൻ വാങ്ങൂല. എന്തുകൊണ്ട്? ഒരു ചീത്ത കൊണ്ട് അറിയപ്പെട്ടു. പിന്നെ അവര് വീട്ടിൽ നിന്ന് മനസ്സിലായി. ഇന്നത്തെ പോലെയല്ല. ഒരു പെണ്ണ് ചീത്തയായി പോയ, ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണ് ചീത്തയായി പോയ ഒരു വീട്ടിൽ ഒരാൾ ഖുർആൻ എഴുതിയ വാങ്ങൂല. അപ്പൊ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും അവര് അത്ര പതിവ്രതകളും വിശുദ്ധന്മാരുമായി ജീവിക്കും. അവരാ എഴുതി കൊടുക്കുക. രാജാക്കന്മാർ പോലും ഖുർആൻ പകർത്തിയിട്ടു. ചരിത്രം കണ്ട പല രാജാക്കന്മാരും ഖുർആൻ എഴുതി ജീവിച്ചവർ. ഇസ്ലാമിലെ അവസാനത്തെ ഖലീഫ ആരാ? അബ്ദുൽ രണ്ടാമൻ. 1907 അദ്ദേഹത്തെ ഗ്രീസിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നത്. പിന്നെ മരണം വരെയുള്ള ജീവിതം എന്താ? ഖുർആൻ പകർത്തിയത്. അങ്ങനെ അദ്ദേഹം 1918 മരിക്കുന്നത്. ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ സയ്യിദ്ന സിദ്ദീഖുൽ അക്ബർ ആണെങ്കിൽ അവസാനത്തെ ഖലീഫ അബ്ദുൽ രണ്ടാമനാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ബ്രിട്ടീഷുകാര് അദ്ദേഹത്തെ തുർക്കി മോഡേണിസ്റ്റുകളും മുസ്തഫ അത്താതുർക്കിന്റെ നേതൃത്വത്തിലുള്ള തുർക്കി മോഡേണിസ്റ്റുകളും ബ്രിട്ടീഷുകാരും ചേർന്ന് അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തുന്നത് 1907. അദ്ദേഹം മരിക്കുന്ന 1918. ഈ കാലം മുഴുവനും അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താ? ഖുർആൻ പകർത്തിയത്. ഖുർആൻ പകർത്തി എഴുതുന്നത് കൊണ്ട് ഇന്ത്യയിൽ അറിയപ്പെട്ട രാജാവാണ് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ രാജാക്കന്മാരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? അതൊരു ഇബാദത്താണ്. കൊട്ടാരത്തിൽ ഓരാളുടെ മുസാഫുകളൊക്കെ അവരെ എഴുതുക, അത് അവരെ സ്വഭാവമാണ്. ഇവരുടെ പിതാക്കന്മാരുടെ സ്വഭാവം തന്നെയാണ്. കൊട്ടാരത്തിൽ ഉപയോഗിക്കാവുന്ന ഖുർആൻ എല്ലാം ഖലീഫമാരായിരുന്നു എഴുതിയിരുന്നത്. ഒരിക്കലും മുസ്ലിങ്ങൾ പ്രിന്റ് ചെയ്തിരുന്നില്ല. മുസ്ലിങ്ങൾ ലോകത്ത് നൂറ്റാണ്ടുകളെ ചരിത്രമുണ്ട് പ്രിന്റിങ്ങിന്. പക്ഷെ മുസ്ലിങ്ങൾ അവരെ വേദഗ്രന്ഥം പ്രിന്റ് ചെയ്യില്ല. എന്താ പ്രിന്റ് ചെയ്യാത്തത്? ഒരു സാധനം പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കും. ക്വാണ്ടിറ്റി വർദ്ധിച്ചാൽ നിസ്സാരവൽക്കരിക്കും. കൈയായിട്ട് എഴുതുമ്പോൾ എന്തുണ്ടാവില്ല? ക്വാണ്ടിറ്റി വർദ്ധിക്കൂല. ആയിരക്കണക്കായ 1200 കൊല്ലത്തിലേറെ മുസ്ലിമീങ്ങൾ മുസാഫ് എഴുതിയതാണ്. അതുകൊണ്ട് മുസാഫിനെ നിന്ദിക്കൂല. എന്തുകൊണ്ട്? ഒരു വീട്ടിൽ ഒന്നേ ഉണ്ടാവൂ. എന്തുകൊണ്ട്? അതിന് മാത്രം പൈസ കൊടുക്കണം. ഒരു സാധനം ഒറിജിനൽ ആവുമ്പോ ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും. ഇതാണ് എന്ത്? പെർഫ്യൂം അല്ലേ? ആണോ? അതെ. എന്നാലല്ല, ഇത് ഒറിജിനൽ പെർഫ്യൂം ആണെങ്കിൽ ഒരു 25,000 രൂപ വില ഉണ്ടാവും. പെർഫ്യൂം എന്നൊരു സാധനം നാട്ടിലേ ഇല്ല. ഏതോ രാജാവിന് കിട്ടുന്നുണ്ടോ അല്ലാഹു, നമുക്കത് കിട്ടുന്നില്ല. ഇത് പെർഫ്യൂം അല്ല. ഒറിജിനൽ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പൂവിന്റെ എസൻസാണ്. ഇത്ര ഒറിജിനൽ പൂവിന്റെ എസൻസ് ഒറിജിനൽ ഇത്ര വേണമെങ്കിൽ ചുരുങ്ങിയത് 20-25,000 രൂപ കൊടുക്കണം. അത് ഉണ്ടോ ഇല്ലേ? ഉണ്ടാവാം. പല രാജാക്കന്മാർക്ക് കിട്ടുന്നുണ്ടാവാം, നമുക്കില്ല. ഇപ്പൊ എല്ലാ കയ്യിലും പെർഫ്യൂമാണ്. എന്തുകൊണ്ട്? ഒറിജിനൽ ഇല്ല. 100 രൂപ. ഇതെന്താ സാധനം? ഇത് അടിസ്ഥാനപരമായ ക്രൂഡ് ഓയിലാണ്. 10,000-കണക്കിന് ഉൽപ്പന്നങ്ങളാണ് ക്രൂഡ് ഓയിലിന്റെ കൈ ലോകത്തുള്ളത് ഇന്ന്. ഞാൻ പിന്നീട് വിശദീകരിക്കാം. ക്രൂഡ് ഓയിൽ ഉണ്ടാകാം പെട്രോൾ 1 ലിറ്ററിന് പോലും എത്രയുള്ള വില? അപ്പൊ ലാഭമാണ് അവർക്ക്. ഇതിന് എത്ര രൂപ വിറ്റു? ഇതിനവർക്ക് എസൻസ് ഒറ്റിച്ചു. മണ്ണുണ്ടാവുന്ന ഒരു എസൻസ് ഒറ്റിച്ചു. എന്തിൽ? ക്രൂഡ് ഓയിലിന്റെ എസൻസ് ഒറ്റിച്ചു. എന്നിട്ട് അവർ എത്രക്ക് വിൽക്കുന്നു? ഇത്ര പെട്രോൾ അടിച്ചെന്നാ 100 രൂപ കൊടുക്കുമോ? ഏറ്റവും വലിയ ബിസിനസ് ആണ് എന്ത്? പെർഫ്യൂം. കന്നഡ ഏറ്റവും വലിയ ബിസിനസ് ആവുന്നത് എന്തുകൊണ്ടാണ്? കന്നഡ ഇല്ലാത്തതുകൊണ്ട്. ഏറ്റവും ലാഭകരമായ ബിസിനസ് ആണ് എന്ത്? ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും ലാഭകരമായ
ബിസിനസ് പെർഫ്യൂം, ഒരു ലാഭകരമായ ബിസിനസ് എന്താ? കണ്ണടകൾ. എന്തുകൊണ്ട് കണ്ണടകൾ ലാഭകരമായ ബിസിനസ് ആണ്? അതെന്തല്ല കണ്ണട, പിന്നെന്താണ്? പെട്രോൾ. പഴയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വിലയുള്ള സാധനമാണ് എന്ത്? സോപ്പ്. പുതിയ എണ്ണങ്ങളൊക്കെ സോപ്പ് ഉപയോഗിക്കുക, പുതിയാപ്പിള്. മറ്റുള്ളവരൊക്കെ ഈ ഉറുഞ്ചിക്കായി ഒക്കെ തേച്ചാൽ കുളിക്കുക. പിന്നെ താളിയും എന്ത് കേൾക്കൂല? സോപ്പ് കേൾക്കൂല. സോപ്പിന് ഭയങ്കര വിലയാ. ഇന്ന് ഏറ്റവും വലിയ സാധനമാണ് സോപ്പ്. എന്തുകൊണ്ട്? സോപ്പ് എന്താ? പെട്രോൾ. ഒരു സെക്കൻഡിലേറെ തേക്കരുത്. നിർബന്ധ സാഹചര്യത്തിൽ തേച്ച ഉടനെ കളയണം. മൂർത്താവിൽ ഒരിക്കലും സോപ്പ് വെക്കരുത്. മൂർത്താവിന് സുഷിരം കൂടുതലാണ്. യാതൊരു കാരണവശാലും മൂർത്താവിൽ സോപ്പ് തേക്കരുത്. താളി തേക്കാം, താളി ഔഷധം. അതുകൊണ്ട് മുസ്ലിങ്ങൾ പ്രിന്റിംഗ് ഉപയോഗിച്ചിരുന്നില്ല. മുസ്ലിങ്ങൾ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ ഖുർആനായാലും ഹദീത്താണെങ്കിലും എന്ത് ചെയ്യും? എഴുതും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കും. അത്രയും അവർ സ്വാധീനങ്ങളായിരിക്കും. അത് യൂറോപ്പ് അതിന്റെ മേൽ കൊണ്ടുവന്നൊരു ചതിയാണ് എന്ത്? ഖുർആനിക പ്രിന്റിംഗ്. ഖുർആനിക പ്രിന്റിംഗ് വന്നതോടുകൂടെ മുസ്ലിം നശിച്ചു. ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയത് പോലെ എന്തു ചെയ്യുമെന്ന്. ഖുർആൻ പ്രിന്റിങ്ങും പരിഭാഷയും. പരിഭാഷ വായിച്ചിട്ട് നിരീശ്വരവാദിയായ ഒരാളെ ഇന്ന് സുബഹിക്ക് ശേഷം ഒരാൾ എന്നോട് പറഞ്ഞു, കോഴിക്കോട്ട് വെച്ച്, ഈ പരിഭാഷകളൊന്നും ഇല്ലാത്ത ആയിരക്കണക്കായ കൊല്ലം മുമ്പിനീങ്ങളായി ജീവിച്ചു. എന്തുകൊണ്ട്? ഇതെന്നിപ്പോ ഞാൻ പഴത്തിന്റെ കാര്യം പറഞ്ഞു. പഴം അങ്ങനെ തിരിഞ്ഞി, അപ്പോൾ അത് ചവർപ്പുള്ളതാണ്, ശരിയല്ല, മനസ്സിലായി. എന്റെ ആ പഴം ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ആയില്ല, അറിഞ്ഞില്ല. ആധുനിക ജനതയ്ക്ക് സംഭവിച്ചത് അതാ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മനുഷ്യന്റെ മേൽ ഏറ്റവും വലിയ നന്മ നന്ദിയാണ്, ഏറ്റവും വലിയ തിന്മ നന്ദികേടാണ്. നന്ദികേടിന്റെ നന്ദിയുടെ ഏറ്റവും വലിയ മഹത്വം സ്രഷ്ടാവിന് കാണിക്കുന്ന നന്ദിയാണ്. നന്ദികേടിന്റെ ഏറ്റവും മോശപ്പെട്ട ഭാവം, ഏറ്റവും തിക്തഭാവം, ഏറ്റവും ക്രൂരഭാവം എന്താണ്? സ്വന്തം സ്രഷ്ടാവിനെ നിഷേധിക്കുക. കാരണം അവനിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അവൻ സമ്പൂർണ്ണനുമാണ്. മനുഷ്യൻ നന്ദികേട് പഠിച്ചു. ഇന്ന് മനുഷ്യനെ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ നന്ദികേടാണ്. അള്ളാഹു നന്ദികേടാൻ തൊട്ട് നമ്മെ കാത്തിരച്ചു. കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ നന്ദികേടാണ്. എപ്പോൾ നന്ദികേടുണ്ടായോ അത് അതിനേക്കാൾ ഒരു തിന്മയില്ല. എല്ലാ തിന്മയുടെയും ആധാരം നന്ദികേടാണ്. എപ്പോഴാണ് നന്ദികേടുണ്ടാവുക? ഒരാൾ സ്വയം പര്യാപ്തനാവുമ്പോൾ നന്ദികേടുണ്ടാവും. ഒരാൾ ദുർബലനാവുമ്പോൾ നന്ദി ഉണ്ടാവും. ഒരു വസ്തുവിന്റെ അനിവാര്യത ആ വസ്തുവിന്റെ ആവശ്യകതയിലാണ്. അല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ഥലം കാണാതെ നമ്മൾ കുടുങ്ങും. പടച്ചോനൊരു പുരാവസ്തുവാകുന്ന കാലപ്പോ നമ്മൾ സ്വയം പര്യാപ്തരാണ്. നമുക്കിപ്പോ ഒന്നിനും ആവശ്യമില്ല. ഇന്നിപ്പോ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകും. നിങ്ങൾ ഒരു 5-6 കല്യാണത്തിന് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? എങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കും, 2ാം സ്ഥലത്ത് നിന്ന് കുടുങ്ങിയിട്ട് കഴിക്കും, 3ാം സ്ഥലത്ത് എന്താ നിങ്ങൾ പറയാം? ഞാൻ കഴിച്ചൊന്ന് വിചാരിച്ചാണ്. എന്തുകൊണ്ട് ആവശ്യമില്ല. ഒരു വസ്തുവിന്റെ അനിവാര്യതയാണ് ആ വസ്തുവിന്റെ ആവശ്യം. മനുഷ്യൻ സ്വയം പര്യാപ്തനാണ്. അപ്പൊ എന്ന് വെച്ചാൽ നന്ദി കേട്ടോ. മനുഷ്യന്റെ അടിസ്ഥാനം, മനുഷ്യന്റെ തിന്മയുടെ അടിസ്ഥാനം നന്ദി കേട്ടാണ്. അല്ലാഹു റബ്ബല്ലേ, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് റബ്ബിന്നാസ് മലിക്കിന്നാസ് കൊണ്ട് അവസാനിച്ചു. അവൻ തുടക്കത്തിലും റബ്ബാണെന്ന് പറഞ്ഞു, ഒടുക്കത്തിലും റബ്ബാന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ഫാത്തിഹ തുടങ്ങിയപ്പോൾ ബിസ്മി കഴിഞ്ഞപ്പോൾ റബ്ബിനെ പറഞ്ഞു. അവസാനത്തെ സൂറത്തുൽ റബ്ബിന്നാസ് ബിസ്മി കഴിഞ്ഞപ്പോൾ റബ്ബിനെ പറഞ്ഞു. അത് റബ്ബാണ്, റബ്ബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബി റബ്ബിന്നാസ്. അപ്പൊ തുടക്കത്തിൽ അവൻ റബ്ബാണെന്ന് പറഞ്ഞു, ഒടുക്കത്തിലും അവൻ റബ്ബാണ്. എന്താ റബ്ബിന്റെ അർത്ഥം? ശൈത്താൻ റബ്ബല്ല, അല്ലാഹു റബ്ബാണ്. പിശാചിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ട്? റബ്ബാണ്, ആവശ്യത്തിന് തരുള്ളൂ. മറ്റവനോ ജി അത്താവനൊന്നുമില്ല. ഉത്തരം കിട്ടാൻ എളുപ്പം നല്ല ശൈത്താനോട് പറയാം. അത് കാരണം ശൈത്താൻ ആരാധകരായ കോടിക്കണക്കായ ജനങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്. മനുഷ്യന് വേണ്ടത് കല്ലാബൽ തുഹിബ്ബൂനൽ ആജില. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടതിലാണ് നിങ്ങൾക്ക് താല്പര്യം, പെട്ടെന്ന് ലഭിക്കുന്നതിലാണ് നിങ്ങൾക്ക് താല്പര്യം. ഏത് കാര്യങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം, എല്ലാവർക്കും താല്പര്യം. അള്ളാഹുവിനോട് പറഞ്ഞൊരു കാര്യം നടത്തണമെങ്കിൽ സമയത്ത് നടക്കുള്ളൂ. കാരണം അള്ളാഹു ആരാണ്? റബ്ബ്. എന്താ റബ്ബ്? അവസരോചിതം അനിവാര്യമായ വസ്തുവിനെയും കാര്യത്തെയും അവസരോചിതമായിട്ട് ഒരടിമക്ക് നൽകുന്നവനാണ് ആര്? ഒരു സൃഷ്ടിക്ക് നൽകുന്നവനാണ് ആര്? റബ്ബ്. ആവശ്യത്തിന് മാത്രം ഒരു ഉരുളയെ ഒരു ഉരുളയെ തരൂ, ആ ഉരുളയില് ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. 2ാമത്തെ ഉരുള നിനക്ക് അനാവശ്യമാണെങ്കിൽ ആ ഉരുള നീ കഴിക്കുന്നവന് താല്പര്യം ഉണ്ടാവില്ല.
എന്തുകൊണ്ട്? അവൻ ആരാണ്? റബ്ബാണ്. നീ നിലനിൽക്കണം, നീ നശിക്കരുത്. പിശാചിനോ? നീ നശിക്കണം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ച ക്ലാസ്സിൽ പറഞ്ഞു, അമിതമായി വെള്ളം കുടിക്കരുത്. അമിതമായി വെള്ളം കുടിക്കാൻ കൽപ്പിക്കുന്ന ശാസ്ത്രമാണ് ഏത്? അലോപ്പതി. എന്തിന്? കൂടുതൽ രോഗികളെ സൃഷ്ടിക്കണം. ഒരു ബോഡി അല്ലാഹു ആണ് ഇത് സംവിധാനിച്ചത്. ഇതിന്റെ ആവശ്യത്തിന്റെ സിഗ്നൽ ഇത് തരും. ഇതിന് ആവശ്യമായ സിഗ്നൽ ഇത് തരും. ആ സിഗ്നലിനനുസരിച്ച് ചെയ്താൽ മതി. വിശപ്പുണ്ടെങ്കിൽ അതിന്റെ സിഗ്നൽ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അല്ല, വിശപ്പില്ലാതെ ഭക്ഷണം കഴിച്ചാലോ? അവന്റെ വയറിനേക്കാൾ അവനെ നശിപ്പിക്കുന്ന ഒരു പാത്രം അവൻ നിറച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഭക്ഷണം എത്ര കഴിക്കണം? ആവശ്യത്തിന്. അതിന്റെ ഒരു അവസാനിക്കുക കഴിഞ്ഞു. ഒരു ആപത്തുണ്ടാവില്ല. ചോറുണ്ടാവോ? ഇല്ലടോ. പ്രഷർ ഉണ്ടാവോ? ഇല്ല. കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇല്ല. ഭക്ഷണത്തിന്റെ സുറത്താണ്. വിശപ്പിനുള്ള ഭക്ഷണം. വിശപ്പിനുള്ള ഭക്ഷണം. അപ്പോൾ ഭക്ഷണത്തിന് അനിവാര്യം എന്താ? വിശപ്പ് ഒഴിവാക്കുക. അത് അനിവാര്യമായ കാലുണ്ടെങ്കിൽ പണ്ട്. അക്കാലത്ത് മനുഷ്യരെ പടച്ചവളിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രോഗമില്ല, അടിസ്ഥാന ദാരിദ്ര്യ. ഇന്ന് മനുഷ്യന് സമ്പന്നതയാണ്. എന്തു കിട്ടും? എന്തു നടക്കും? അതുകൊണ്ട് മനുഷ്യന് പടച്ചോന്റെ ഒരു ആവശ്യം, ഒരു കൽപ്പിക്കണം. പടച്ചോൻ എന്തിനാണ്? ഒരു പാടില്ലാതെ പറഞ്ഞ പടച്ചോൻ എന്തിനാണ്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. വളരെ പഠിക്കണം. പഠിച്ച് തലേക്കർ കയറ്റണം എല്ലാം. ഇന്നത്തെ ലോകത്ത് എന്താ സംഭവിച്ചത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. എന്താ ലോകത്ത് സംഭവിക്കുന്നത് അത് ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ പറയും. ഇതിന്റെ ഭാഗം മാത്രമാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ചോനെ റബ്ബേ ഞങ്ങൾ നന്നാക്കി തരണമേ റബ്ബേ. അല്ലാഹു പറഞ്ഞു കേട്ടു. നിന്റെ ദീനിന് ഉപകരിക്കുന്ന വിധത്തിലാക്കി തരണമേ റബ്ബേ. നിന്റെ ദീനിന് ഉപകരിക്കുന്ന വിധത്തിലാക്കണമേ റബ്ബേ. നിന്റെ ദീനിന് ഉപകരിക്കുന്ന വിധത്തിലാക്കി തരണമേ റബ്ബേ. നീ ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ മക്കളെ നീ സ്വാലിഹാക്കണമേ റബ്ബേ. ഒരു പിശാചിന്റെയും സ്വാധീനമില്ലാതെ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഒരു പിശാചിന്റെയും സ്വാധീനമില്ലാതെ ഞങ്ങളെ കാക്കണമേ റബ്ബേ. പിശാചിന്റെ സ്വാധീനമില്ലാതെ ഞങ്ങളെ നീ കാക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ധനത്തിലോ ഞങ്ങളുടെ മക്കളിലും പിശാചിന്റെ സ്വാധീനമില്ലാതെ നീ കാത്തിരക്ഷിക്കണം. എല്ലാവരെയും നല്ലവരാക്കണമേ റബ്ബേ. അല്ലാഹ് ആഖിബത്ത് നന്നായി മരിപ്പിക്കണമേ റബ്ബേ. സിറാത്ത് പാലിൽ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഹൗദുൽ കൗസർ ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിലാക്കണമേ റബ്ബേ. ഹബീബ റസൂലുള്ളാഹി ശഫാഅത്തിലാക്കണമേ റബ്ബേ. അർശിന്റെ തണലിലാക്കണമേ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരിൽ പെടുത്തണം. നരകത്തെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. നരകത്തിന് സമ്പൂർണ്ണമായി ഇട്ടുകാക്കണമേ റബ്ബേ. അല്ലാഹു നരകത്തിന്റെ രോമം പോലും നരകത്തിന്റെ ചൂടനുഭവിക്കാതെ ഞങ്ങളെ നീ കാക്കണമേ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിലും ആക്കണമേ റബ്ബേ. രക്ഷിതാവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. രക്ഷിതാവേ ഞങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ, വാക്ക്, പ്രവൃത്തി, അങ്ങനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്റെ മഹലായ ഫضലുകൊണ്ട് നീ റബ്ബേ ഞങ്ങൾക്ക് നീ പൂർത്തീകരണമേ റബ്ബേ. എല്ലാം നീ പൂർത്തീകരണമേ റബ്ബേ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരായ കപടന്മാരെ നീ പരാജയപ്പെടുത്തണമേ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരായ കപടന്മാരെ നീ പരാജയപ്പെടുത്തണം. നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരായ കപടന്മാരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. പാവപ്പെട്ട മനുഷ്യനെ അവരുടെ തിന്മയിൽ നിന്നും അവരുടെ കെണിവലകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ നിലക്കും രക്ഷപ്പെടുത്തണമേ റബ്ബേ. മരണം പോലെ ഇസ്സത്തായി ഞങ്ങൾ വാപ്പ വല്ലിപ്പമാരായി മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആയിരക്കണക്കായ കൊല്ലങ്ങളായ ജനങ്ങൾ ജീവിച്ചതുപോലെ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണം. ഈ സദസ്സിൽ എല്ലാവർക്കും നീ പൂർത്തീകരണമേ റബ്ബേ. റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. കടം വീട്ടി തരണമേ റബ്ബേ. രോഗം ശിഫയാക്കണം റബ്ബേ. ആഫിയത്ത് തരണമേ റബ്ബേ. പിശാചിന്റെ രോഗങ്ങളായ ഷുഗർ, ക്യാൻസർ പോലത്തെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ.